എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ത്രിപുര യാത്രയിലാണ്. അപ്പം അതിനിടയ്ക്ക് ചെറുതായിട്ടൊരു കുക്കിങ്, അതും കേരള പൊറോട്ടയാണ് അടിക്കുന്നത്. ചെറിയ കുക്കിംഗ് അല്ലത്. അത് ഇച്ചിരി വലിയ കുക്കിങ്ങാണ്. പക്ഷേ ഇത് നമ്മുടെ വീഡിയോക്കകത്തില്ല കേട്ടോ. നമ്മുടെ ത്രിപുര ട്രിപ്പിനകത്തില്ല. നമ്മുടെ ഫാമിലി വ്ളോഗിലൊക്കെ ഇടാമെന്ന് ഓർത്തു. അപ്പം 2 കിലോ മാവിൻ്റെ പൊറോട്ട അടിക്കുന്നത്. സാധാരണ ഈ മാവ് കുഴയ്ക്കാൻ എളുപ്പം ഒരു ചെരുവത്തിനകത്ത് ഇട്ടിട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ അതിനുള്ള പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ടൈലിലിട്ടിട്ട് ഈ സ്ലാബിലിട്ടിട്ടാണ് മാവ് കുഴയ്ക്കുന്നത്. അപ്പം മാവും ഇതിനകത്ത് വേറെ ഒന്നുമില്ല. വെള്ളം ഒഴിച്ചു, ഉപ്പ് ഇട്ടു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ കുഴച്ച് വെക്കണം. കുഴച്ച് വെച്ചിട്ട് ഇച്ചിരി പണിയുണ്ട്. നല്ലപോലെ കുഴച്ചോ, കുറച്ച് സമയം എടുക്കും. ആഞ്ഞു കുഴച്ചോ. പൊറോട്ട അടിയേ ശരീരം അനങ്ങുന്ന പണിയാണ്, വേർക്കുന്ന പണിയാണ്. അതെ, മാവ് കുഴച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കട്ടിപ്പണി. അതെ, പൊറോട്ടയ്ക്ക് നല്ല മയം വേണം. ഹോട്ടലുണ്ടായിരുന്ന കാലത്തെ ഡെയിലി രാവിലെ ഒരു 15-20 കിലോ മാവിൻ്റെ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നത് തന്നെ. ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥിരമല്ല. ചിലപ്പം രാവിലെ ആയിട്ട് നോക്കുമ്പോഴായിരിക്കും പൊറോട്ട അടിക്കുന്ന ആൾ കാണില്ല. പിന്നെ കട തുറന്ന് വെച്ച് പൊറോട്ട അടിക്കാൻ പറ്റിയല്ലോ. കേരളത്തിലെ മെയിൻ സാധനമല്ലേ പൊറോട്ട, മെയിൻ ഫുഡല്ലേ. അതെ അതെ, വർഷങ്ങളായിട്ട്. അതെ, പൊറോട്ട ഇല്ലെങ്കിൽ പിന്നെ അത് വേറെ അത്ര കച്ചവടം. എല്ലാവർക്കും പൊറോട്ടയാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊറോട്ടക്കാരനില്ലെങ്കിൽ രാവിലെ പൊറോട്ട ഇടാൻ കയറും, പൊറോട്ട ഇടും. വേറെ ദിവസം നോക്കുമ്പോൾ ചിലപ്പോൾ ചായ അടിക്കാരൻ കാര്യമൊന്നുമില്ല, അന്നേരം ചായ അടിക്കാൻ കയറും. ചിലപ്പോൾ പിന്നെ പാത്രം കഴുകുന്ന ആൾ കാണില്ല, അപ്പോൾ പാത്രം കഴുകും. അങ്ങനെ എല്ലാ ഹോട്ടൽ പണികളും ചെയ്തിട്ടുണ്ട്. ഇത് എത്ര പൊറോട്ട കാണും? ഇതൊരു 50 പൊറോട്ട കാണും. 45-50 അടയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ബോൾ പിടിക്കുന്ന വലിപ്പം അനുസരിച്ചിരിക്കും. ചെറിയ പൊറോട്ടയാണ്, എണ്ണം കൂട്ടാം, ഇച്ചിരി കുറയ്ക്കാം, എങ്ങനെ വേണേലും ആക്കാം. അതെ. അപ്പോൾ പുത്തേഡ് ഫാമിലി വ്ളോഗിൻ്റെ നോർത്ത് ഏഷ്യയിൽ വെച്ചുള്ള ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഈ മയം വന്ന് തുടങ്ങിയോ? മാവ് കുഴയ്ക്കുന്നത് നല്ലപോലെ കുഴച്ചില്ലെങ്കിൽ പൊറോട്ട ശരിയാകില്ല. അതുകൊണ്ട് ഇതിനിച്ചിരി സമയമെടുക്കും. നല്ലപോലെ കുഴച്ച് പിടിപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മടക്കിയിട്ട് കുഴക്കണം. വെള്ളം കൂടി പോകുമെന്നൊരു സംശയമുണ്ട്, വേർപ്പെടുന്നുണ്ട്. അതിലേക്ക് ഒരു തുള്ളി പോലും ഉപ്പ് വേണ്ട ഞങ്ങൾക്ക്. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളമാവും ഉപ്പും ആവും. അപ്പോൾ ഇന്ന് പൊറോട്ടയ്ക്ക് സാമ്പാറും ചിക്കൻ കറിയാണ്. ചിക്കൻ കിട്ടിയില്ലല്ലോ. അല്ല, ചിക്കൻ നിങ്ങൾ മേടിക്കാൻ പോകുന്നില്ലേ? ചിക്കൻ കിട്ടുമെങ്കിൽ ചിക്കൻ കറി വെക്കാം. അതെ, സാമ്പാർ എന്നാണേലും ഉണ്ട്. നല്ല അടിപൊളി മത്തങ്ങയൊക്കെയാണ്. ഞാനൊരു മത്തങ്ങ കറി വെക്കാൻ വേണ്ടി മേടിച്ചു വെച്ച മത്തങ്ങ സാമ്പാറിനാണ്. അല്ല, എനിക്കിത് മുഴുവൻ വേണ്ട, ഇത്രയും നീ എടുത്തു. അല്ല, മത്തങ്ങ ഇനിയും കിട്ടും, ഇഷ്ടം പോലെ ഉണ്ടാവും പോകുന്ന വഴിക്ക്. അന്നും പറഞ്ഞേ മത്തങ്ങ ഞാൻ തീർത്തെന്നും പറഞ്ഞ് ഇവൻ ഇനി മത്തങ്ങ കറി വെക്കാതിരിക്കാനുള്ള പ്ലാനായിരുന്നു. വണ്ടിയെ കയറിയപ്പോഴേ എന്നോട് ക്യാമറമാൻ പറഞ്ഞ മത്തങ്ങ കറി ഈ പ്രാവശ്യം വെക്കുമെന്ന് ചോദിച്ചു. അതെ അതെ അതെ. അന്നത്തെ മത്തങ്ങ കറിയുടെ ആ ടേസ്റ്റ് ഇല്ലേ. അപ്പോഴേ ഇതൊരു 1/4 മണിക്കൂറായി ഇത് കുഴയ്ക്കാൻ തുടങ്ങിയിട്ട്. തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം. കൂടുതൽ കുഴഞ്ഞു പോയാലേ പൊറോട്ടയ്ക്ക് ടേസ്റ്റ് കൂടും. ഞങ്ങൾക്ക് ഇച്ചിരി ടേസ്റ്റിന് കഴിക്കുന്ന ഇഷ്ടം. ഇത് മതി. ഇനി അല്ലെങ്കിൽ കൂടുതൽ ഇനിയും കുഴച്ചാണ്ടല്ലോ ഉപ്പും വെള്ളവും കൂടും. ഇതുകൊണ്ട് നെറ്റിയിലൊക്കെ നോക്കി. വേണ്ട അത് മതി. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. അപ്പം ഇനി നമുക്ക് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കണം. എന്നിട്ട് ഇത് പുളിക്കണം. കുറച്ച് നേരം ഇരിക്കണം, ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്കും മാവ് പുളിക്കും. പുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ബോൾ പിടിക്കണം. അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകാം അത് കഴിയുമ്പോൾ. അപ്പം ഇനി നമുക്ക് ഈ തുണി അങ്ങ് നനച്ച് മൂടിയിടാം. അപ്പം ഇനി കുറേ നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പം പുളിക്കും. നമ്മളെ അന്ന് മേടിച്ച കാന്താരി വാട്ടാനുള്ള ഒരു സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതേ തണ്ടൊക്കെ അതിൻ്റെ ചീത്തയാൻ തുടങ്ങി. നല്ലതൊക്കെ നോക്കി എടുത്തിട്ട് വാട്ടി വെക്കാം. ഇത് കുറേ ഉണ്ടല്ലോ ഇനി. ഇത് ഞാൻ പകുതി കളയും. ഇപ്പോഴേ നമ്മൾ മാവ് കുഴച്ച് എണ്ണയൊക്കെ തേച്ച് തുണി ഇട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇങ്ങനെ ഞെക്കി നോക്കിയാൽ മതി. ഇങ്ങനെ ഞെക്കുമ്പം തിരിച്ചധികം പൊങ്ങി വരുന്നില്ലെങ്കിൽ പുളിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുണ്ടോ, ഇനിയിപ്പോൾ ബോൾ പിടിക്കാറായി. അപ്പോൾ ഇനി നമുക്ക് ബോൾ പിടിക്കാം. അപ്പോൾ ഇത് പൊളിച്ചല്ലോ. ഇതല്ലേ ഉണ്ടോ. അപ്പോൾ ഇനി ബോൾ പിടിക്കാം. അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ബോൾ പിടിച്ച് വയ്ക്കാം.
ഈ ബോൾ പിടിക്കുമ്പോൾ വേണമെങ്കിൽ ഡബിൾ ബോളും പിടിക്കാം, സിംഗിളും പിടിക്കാം. ഡബിൾ ബോളാണെങ്കിൽ വീശിയിട്ട് രണ്ടായിട്ട് മുറിച്ച് 2 പൊറോട്ട ആക്കാം. സിംഗിളാണെങ്കിൽ ഓരോന്ന്. സിംഗിൾ പിടിക്കുന്ന എളുപ്പം. ഞാൻ രണ്ടും ഉണ്ടാക്കും, സിംഗിൾ പിടിച്ചേക്കാം. ഒത്തിരി വലിയ പൊറോട്ടയും വേണ്ട, ഒത്തിരി ചെറുതും വേണ്ട, മീഡിയം. അപ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയാം ആ ബോളിൻ്റെ വലിപ്പം. എല്ലാം ഒരേപോലെ ഏകദേശം, വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. കണ്ടോ? പിന്നെ ദോശക്കല്ല് കുറവായതുകൊണ്ട് ചെറുതാക്കിയ എണ്ണം കൂടും. ദോശക്കല്ല് 2-3 എണ്ണമല്ലേ ഉള്ളൂ, അതേ വേണ്ട ചുട്ടെടുക്കാൻ. വലിയ ദോശക്കല്ലുണ്ടായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് 10-15 എണ്ണം ചുട്ടെടുക്കാമായിരുന്നു. അതെ അതെ. അപ്പോൾ അതെ, ബോൾ പിടിച്ച് തീരാറായി. ഇനി അത് എണ്ണ പുരട്ടി വയ്ക്കണം. പൊറോട്ടയ്ക്ക് നല്ല പണിയാവും, നല്ല സമയമെടുക്കും. അപ്പം ഇനി ഇത് നമ്മൾ ബോൾ പിടിച്ച് വെച്ച് കഴിഞ്ഞ് ഇതുപോലെ എണ്ണ പുരട്ടി വയ്ക്കണം. എണ്ണ പുരട്ടി കുറച്ച് നേരം ഇതുപോലെ ഇരിക്കണം. അത് കഴിഞ്ഞ് അത് പുളിച്ച് കഴിയുമ്പം വേണം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് വേണം നമുക്ക് വീശാൻ. ഇതേ ബോൾ പിടിച്ച് വെച്ചേക്കുന്നത് ഇവിടം തൊട്ട് ആദ്യം എണ്ണ പുരട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം ഇവിടം തൊട്ട് ആദ്യം എടുത്ത് വീശണം. അപ്പോൾ ഇവിടെ പിന്നെ വെച്ചേക്കുന്നതല്ലേ, അപ്പോൾ അത് ഇച്ചിരി കഴിയുമ്പോഴേ വിളിക്കുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ആദ്യം എടുത്ത് വീശണം. ഈ പൊറോട്ടാടി രാവിലെ തുടങ്ങണം, നേരത്തെ എണീറ്റ് തുടങ്ങണം, എന്നാലേ 9 മണിയാകുമ്പോഴത്തേനും കഴിക്കാൻ പറ്റുമോ? അതെ, ഇതിപ്പോൾ 11 മണിയാവും. അത് തന്നെ. ഇത് ചുട്ടെടുക്കണതിൽ താമസമാണ്. ഈ കല്ല് കുറവായതുകൊണ്ട്. 3 കല്ലല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറേ സമയം എടുക്കും. 44 ബോള്, 44 പൊറോട്ട, 2 കിലോ മാവേല്. അപ്പോൾ ഇത് ഇത്ര ചെറുതല്ല, ഇച്ചിരി വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നനഞ്ഞ തുണിയിട്ട് തന്നെ മൂടി വയ്ക്കാം. അപ്പോഴേ ബോളൊക്കെ പുളിച്ച് വന്നിട്ട് നമുക്ക് വീശിയേക്കാം. വേഗം ആയിക്കോട്ടെ. കറിയാക്കോ, ഇതൊക്കെ പെടാന്നാവും. പിന്നെ ഈ ചുട്ടെടുക്കുന്ന കാര്യത്തിൽ മാത്രമേ ഇച്ചിരി സമയം എടുക്കുകയുള്ളൂ. ഇച്ചിരി നേരം കൊണ്ട് ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അതാ ഇത്രയും പേഷ്യൻ്റ് വരുന്നേ. 5 മിനിറ്റ് കൂടെ ഇരുന്നോട്ടെ. അല്ല കുഴപ്പമില്ല, ഇപ്പം അങ്ങനെ തുടങ്ങാം. അടുത്തേനും കുറച്ചിടാകുമ്പോൾ ശരിയാവും. അപ്പോൾ അതേ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ കുക്കറിനകത്തിട്ട് വെള്ളം ഒഴിച്ചു, ഉപ്പ് ഒഴിച്ചു, ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. ഇപ്പം നമുക്ക് അടച്ചു വെക്കാം. ഒരു കുക്കറിനകത്ത് കൊള്ളുകയില്ലാത്തതുകൊണ്ട് 2 കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ പെട്ടെന്ന് വെച്ചോ കേട്ടോ. സാമ്പാറൊക്കെ ഇപ്പോൾ ആവും. ഇതിപ്പം പൊറോട്ട ഇടാറാവും. ഇപ്പം കുറച്ച് നേരം ആയില്ലേ വീശി വെച്ചിട്ട്. പൊട്ടാതെ വീശണമെന്നുണ്ടോ? ഒന്നുമില്ല, പൊട്ടിയാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതുണ്ടോ, ഇതുപോലെ കനം കുറഞ്ഞ് കിട്ടണം. അതാണ്, അങ്ങനെ കനം കുറഞ്ഞ് കിട്ടിയാൽ പൊറോട്ടയ്ക്ക് നല്ല മയം ഉണ്ടാവും. ചിലയിടത്ത് പൊറോട്ട നമ്മൾ നല്ല ഇതളതളായിട്ടിരിക്കുകയല്ലേ, അതെന്നാ വെച്ചാൽ അതിങ്ങനെ നല്ലപോലെ വീശി. അത് പൊറോട്ട ഇടുന്ന ആളുടെ കഴിവാണ്. അതേ കാന്താരി വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട്. ഇനി ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചാൽ ഇത് സെറ്റായി. സാമ്പാറിനകത്തെ പച്ചക്കളറൊന്നുമില്ല, ഇച്ചിരി വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. ഇത് മഞ്ഞക്കളർ മാത്രമേ ഉള്ളൂ, മഞ്ഞക്കളറും ഓറഞ്ച് കളറും. ഉള്ളത് മതി, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോഴേ ഇതിനധികം പൊടികളൊന്നും ചേർത്തിട്ടില്ല, ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ അതേ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. കടുകൊക്കെ ഇട്ട് നമ്മുടെ കറിവേപ്പിലയില്ല, കറിവേപ്പില വേണ്ടിയായിരുന്നു സാമ്പാറിന്. ഉള്ളിയിട്ട് വറ്റൽമുളക് ഇടും. അതേ ഉള്ളിയും വറ്റൽമുളകൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോലെ പത്തിയൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ തിളയ്ക്കണം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, സാമ്പാർ റെഡി. ഇനി ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാവും. അപ്പോൾ ഇനി പൊറോട്ട ഇട്ടേക്കാം. അപ്പം 3 ദോശക്കല്ലേ ഉള്ളൂ. അതെ, എല്ലാം വെച്ച് ചൂടായോ? ചൂടായില്ല, ചൂടാവട്ടെ. തീ കത്തിച്ചല്ലേ ഉള്ളൂ.
കല്ലൊക്കെ ചൂടായി. ആ കല്ല് കുഴപ്പമില്ല, ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഇതിലൊരു സുഖമില്ല പൊറോട്ടയ്ക്ക്. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കല്ലല്ലേ പൊറോട്ട ചൂടുന്നത് സാധാരണ. ഇരുമ്പല്ല, അതായത് നല്ല ഇതൊക്കെ ഈ പൊറോട്ടയ്ക്ക് നമ്മളെ മറ്റേ ചപ്പാത്തി പറക്കുന്ന അത് വെച്ച് ഉരുട്ടിയാലൊന്നും ശരിയാകില്ല. ഇങ്ങനെ കൈക്കടിച്ച് വരുത്തിയാൽ അതിൻ്റെ യഥാർത്ഥ കേരള പൊറോട്ടയുടെ ഒരു സുഖം കിട്ടുള്ളൂ. കല്ലിൻ്റെ ചൂടൊരു അതിന് ചൂട് കൂടുതലാണ്. ഇത് ആദ്യം ചൂടുന്നത് തിന്നായിരിക്കുമല്ലോ അല്ലേ? ആദ്യം കഴിച്ചോണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ചൂടോടെ അടിച്ച് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പൊറോട്ട കല്ലേ നിർത്ത് അന്നേരം കഴിക്കണം. അതെ. പൊറോട്ട എണ്ണം കൂടുതലുണ്ടായി ഇങ്ങനെ ഇടിക്കുന്നത്, അതിനനുസരിച്ച് ഇടിക്കാൻ സുഖം ഉണ്ടായിരിക്കും, നല്ലതുമായിരിക്കും. നല്ല അടിപൊളി പൊറോട്ട ചൂടോടെ ഉറങ്ങി അന്നേരം. ഇതോ കറിയൊന്നും വേണ്ട, ഒരു കറിയും വേണ്ട. ഇത് ഇച്ചിരി ചുമ്മാ വേണമെങ്കിൽ കഴിക്കാം, ഇല്ല ഒരു പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അതെ, ചൂടോടെ ഒരെണ്ണം ഇങ്ങോട്ടിടണം പ്ലേറ്റിലോട്ടെ. നല്ലപോലെ ഇരിച്ചോ. കൈയൊക്കെ ഇങ്ങനെ ചൂടത്ത് പൊറോട്ട ഇടിക്കുമ്പം, സ്ഥിരം പൊറോട്ട ഇടുമ്പം കൈക്കൊക്കെ ആ ചൂട് നമുക്ക് നല്ല ഇതാവും. എത്ര ചൂട് നമുക്ക് ഇടിക്കാൻ പറ്റും. ഇത് ഒത്തിരി നാൾ കൂടി ആയതുകൊണ്ട് ചെറുതായിട്ട് പൊള്ളുന്ന പോലെ തോന്നും. ഉപ്പൊക്കെ കണക്കാണോ നോക്കണ്ടേ? നോക്കിയോ. സൂപ്പറാണോ? ഉപ്പ് കണക്കാട്ടോ. 8 മണിക്ക് ഇട്ടെ. 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാ. സമയം ഇപ്പം 11:30 ആയെന്ന് തോന്നുന്നു. നോക്കാം. അപ്പം ഇത് നല്ല പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ സമയമെടുത്ത് ഉണ്ടാക്കണം. ഒത്തിരി സാണ്ട് അതുകൊണ്ട് നല്ലതാണോ? 5-6 ഇവന് പറയുന്നത് 10 എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പം 10 കഴിക്കുന്നത് പട്ടിയാ. റൊട്ടി നിനക്ക് കഴിക്കാമെങ്കിൽ പിന്നെ ഇത് എത്ര എണ്ണം വേണം കഴിക്കാം. അതെ. എന്റെടാ മനസ്സുണ്ടേ എന്ത് കാര്യവും പഠിക്കാം. അതൊന്നുമല്ല, ഇതിപ്പം എനിക്ക് എവിടെ ചെന്നാലും ജീവിക്കാനുള്ള പണികൾ അറിയാം. അത്യാവശ്യം ഡ്രൈവിങ്ങും അറിയാം, ഹോട്ടൽ പണി അറിയാം. ഹോട്ടൽ പണി എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും കിട്ടുന്ന, ഒരിക്കലും നിന്ന് പോകുന്നൊരു ജോലിയല്ല. അല്ല, അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ജീവിച്ചു പോകാം. പാത്രം കഴുകാൻ പഠിച്ചാലും മതി, അത് എവിടെ ചെന്നാലും ഉണ്ട് പണി. ഇപ്പോൾ പൊറോട്ട അടിച്ച് തീരാറായി. ഒരു 2-3 കല്ല് 3 ട്രിപ്പ് കൂടി ഇട്ടാൽ തീരും. അപ്പം അടുത്ത കഴിഞ്ഞ് എനിക്കുള്ള 2 എണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. എനിക്കുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതെ. ശരിക്കും രാവിലെ 8 മണിക്ക് തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. അത് ഈ കല്ല് ഇതുപോലെ 3 എണ്ണം വെച്ചല്ലേ ചൂടത്തുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. പിന്നെ പതുക്കെ എടുത്ത്, സാധാരണ ഹോട്ടലിലായിരുന്നപ്പോൾ ഒരു 10-20 കിലോ മാവിൻ്റെ പൊറോട്ട അടിക്കണം. രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ ഒരു 10-11 മണിയാകുമ്പോൾ തീരുന്ന. പിന്നെ അത്രയും സൗകര്യങ്ങളില്ലല്ലോ. അപ്പോൾ ഒറ്റയടിക്ക് ഒരു 10-20 പൊറോട്ട ആക്കി ഇടും. വലിയ കല്ലല്ലേ? വലിയ കല്ലല്ല, ഒരു 10-20 എണ്ണം ആക്കി ഇടും. ആ കൂടെ തന്നെ അതിട്ടേച്ച് വീശും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കും. അന്നൊക്കെ വിറകടുപ്പല്ലേ, ഗ്യാസ് അടുപ്പ്? വിറക്, ഗ്യാസൊന്നുമല്ല. അതിനിടയ്ക്ക് തീ കത്തിക്കണം, പുകയടിച്ച്. വിറക് കത്തുകയില്ലാത്ത വിറകാണ്, പുകഞ്ഞ്. മഴക്കാലത്തൊക്കെയാണ് നല്ല രസമാണ്. മിനിഞ്ഞാന്നത്തെ ചിക്കൻ കറി, ഇന്നത്തെ സാമ്പാറും.
രണ്ടെണ്ണം വേണോ 3 എണ്ണം വേണോ? 2 എണ്ണം മതി, 2 എണ്ണം. ഇച്ചിരി ഇടിച്ച് പൊടിച്ചേക്കാം. നല്ലപോലെ ഇടിച്ചോ. ആ അടിപൊളി. സാമ്പാർ ഇതിൻ്റെ മുകളിലോട്ടങ്ങ് ഒഴിച്ച് അപ്പോൾ ലാസ്റ്റത്തെ 2 പൊറോട്ട മാസ്റ്റർ. വേഗം കൈ കഴുകിട്ടോ. സാമ്പാർ ഇച്ചിരി ലഗേജ് കൂട്ടിയെടുത്തേക്കാം. അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാർ. ഉള്ളേ മതി. ചായ കൂടെ എടുക്കാമായിരുന്നു. ചായ കാപ്പിയോ? ചായ കാപ്പിയോ എന്താ വേണ്ടേ? ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കണ്ട ഇന്ന്. ഇനി വൈകിട്ട് വല്ലതും കഴിച്ചാൽ മതി. ഇനി ചിക്കൻ കറിയും കൂടെ ഒന്ന് വെച്ചാൽ മതി. പൊറോട്ട എങ്ങനെയുണ്ട്? സ്വയം വിലയിരുത്തൽ എങ്ങനെയുണ്ടെന്ന്? ചേട്ടാടെ ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്നത് ശരിയല്ലോ. ചിക്കൻ കറിയുടെ പോലെ. ചിക്കൻ കറി തന്നെ കുഴപ്പം? അതാ പറഞ്ഞേ, ചിക്കൻ കറിയുടെ പോലെ ഒത്തൊന്നും പറ. ചിക്കൻ കറിയുടെ പോലെയല്ല. നമ്മൾ എന്നാ സാധനം വെച്ചാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിന് എത്ര നന്നാകണമെന്ന് ഓർത്ത് അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഏത് നല്ലതാവും. അത്രേ ഉള്ളൂ. അതിനകത്ത് ഞങ്ങളങ്ങനെ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നത് ഞാനങ്ങനെ കേട്ടോ, എൻ്റെ കാര്യം അങ്ങനെ. അതിനകത്ത് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറായിരിക്കണം. അല്ലാതെ ഒരു ചെയ്യുന്ന ഏത് കാര്യവും പെട്ടെന്ന് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ധൃതി വയ്ക്കരുത്. 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഏത് കാര്യവും നല്ലപോലെ ചെയ്യാം. അത്രേ ഉള്ളൂ. ഒരുപാട് കാലമായിട്ട് ഓർക്കുന്നത് ഈ ലോറി വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ടൊന്ന് പൊറോട്ട അടിക്കണം. ഇന്നാ അത് സാധിച്ചു. അതേപോലെ തന്നെ സാമ്പാറിന് അധികം കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നാലും നല്ല അടിപൊളി സാമ്പാറാണ്. ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരു ചായയും കൂടെ വെച്ച് തരാം. ഒന്ന് ചായ കൂടെ വെച്ചോ. ചായ വേണം? കാപ്പി മതി. കാപ്പി വെച്ചോ. അപ്പോൾ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ചിക്കൻ കറി വെക്കാം. ഇന്ന് നമുക്ക് നാടൻ കോഴിയല്ല, ബ്രോയിലർ കോഴിയാണ്. ഈടെ എല്ലാം നാടൻ കോഴിയല്ലായിരുന്നോ? അതെ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇവിടെ കീറി റെഡിയാക്കി വെച്ചേക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ചതക്കാൻ മതിയായിരുന്നു കേട്ടോ. ഇനി അത് ചതക്കുന്ന കല്ലുകൂടെ കൊണ്ടുവന്നു. ഇപ്പം ഇനി സവോളയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊന്നും ഇവിടെ എങ്ങും ഇല്ല കേട്ടോ. കടയിൽ ചെന്നിട്ട് മല്ലിയില പോലും കിട്ടിയില്ല. ഇന്ന് മാർക്കറ്റില്ലാത്ത ദിവസമായിരുന്നു. അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അത് സവോളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉള്ളൂ കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടില്ലേ? മഞ്ഞപ്പൊടി ഇട്ടു. അതെ, പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. തഴപ്പ് വഹിയോ തഴപ്പ് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യും. നല്ലപോലെ ഇളക്കി കുളിക്കാം. നല്ലപോലെ ഇളക്കി അരപ്പെല്ലാം എല്ലാ കഷ്ണത്തിലും പിടിക്കട്ടെ. വെള്ളം ഒഴിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനകത്തെ പാത്രം ചെറുതായതുകൊണ്ടും ഇറച്ചി കൂടുതലുള്ളതുകൊണ്ടും ഇളക്കി പിടിപ്പിക്കാൻ ഇച്ചിരി പാടാം. ഇനിയിപ്പോൾ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചോറിനല്ലേ ഇച്ചിരി ചാറ് വേണ്ടേ? ശാലം ചാറ് വെച്ചു. അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം. കറിവേപ്പില ഇല്ലാഞ്ഞിട്ട് എന്തോ ഒരു വിഷമം. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം. നമുക്ക് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ കറിവേപ്പില മേടിച്ചു തരാം. അത് മേടിക്കണ്ടല്ലോ, വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി. ഇപ്പം ചോറിനൊന്നുമില്ല, പൊറോട്ട കഴിച്ചല്ലേ ഉള്ളൂ. വിശക്കാൻ തുടങ്ങിയില്ല, കുറച്ച് കഴിയട്ടെ. വൈകുന്നേരം കഴിച്ചാൽ മതിയാവും ഇനി. മിക്കവാറും അത് മതിയായിരിക്കും. അപ്പം പുത്തേഡ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.